നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പക്ഷിവേട്ട. വിദേശത്തു നിന്നും കൊണ്ടുവന്ന അപൂർവ ഇനത്തിൽപ്പെട്ട പക്ഷികളെ പിടികൂടി. തിരുവനന്തപുരം സ്വദേശികളായ 2 യാത്രക്കാരെ കസ്റ്റംസ് വനംവകുപ്പിന് കൈമാറി. വേഴാമ്പൽ ഉൾപ്പെടെ 14 അപൂർവ ഇനം പക്ഷികളെയാണ് ഇവർ കൊണ്ടുവന്നത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ഇത് ഏത് രാജ്യത്തു നിന്നാണ് ഈ പക്ഷികൾ, ഈ അപൂർവ ഇനത്തിൽപ്പെട്ട പക്ഷികളെ എത്തിച്ചത്? ഇത് ഇവരുടെ ലക്ഷ്യം എന്താണ്? വളർത്താനാണോ അതോ മറ്റേതെങ്കിലും വിൽപ്പനയ്ക്ക് വേണ്ടി, അനധികൃതമായ വിൽപ്പനയ്ക്ക് വേണ്ടി എത്തിച്ചതാണോ? ടോം, തായ്ലൻഡിൽ നിന്നുമാണ് ഇവർ ഈ പക്ഷികളെ കൊണ്ടുവന്നത്. തായ്ലൻഡിൽ നിന്ന് തായ് വിമാനത്തിൽ ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു. തിരുവനന്തപുരം സ്വദേശികളായ ശരത്, ബിന്ദു എന്നിവരാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വനം വകുപ്പിന്റെ കസ്റ്റഡിയിലേക്ക് ഉള്ളത്. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടേക്ക് എത്തുമ്പോൾ ഈ ബാഗേജുകൾ സംശയം കൊണ്ട് ഇവരൊരു പരിഭ്രമവും കാര്യങ്ങളും കൊണ്ട് ഇത് പരിശോധിക്കുകയായിരുന്നു. ഇത് പരിശോധിച്ചപ്പോൾ തന്നെ അത് ചിറകടി വെച്ചെല്ലാം കേട്ടു തുടങ്ങിയതിൽ പരിശോധനയ്ക്കിടെ ചിറകടി വെച്ച് കേട്ടു തുടർന്നാണ് ഉദ്യോഗസ്ഥർ വിശദമായി പരിശോധിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തത്. ഇങ്ങനെ പരിശോധിച്ചപ്പോൾ ഇതിനകത്ത് ഏതാണ്ട് 14ഓളം പക്ഷികളെയാണ് കണ്ടെത്തിയത്. വേഴാമ്പൽ ഉൾപ്പെടെ മറ്റ് അപൂർവ ഇനത്തിൽപ്പെട്ട പക്ഷികളെയാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇതിൽ മതിയായ രേഖകളില്ലാതെ കൊണ്ടുവന്നു എന്നതിനാണ് ഇവർ ഇപ്പോൾ വനം വകുപ്പിന് അടക്കം കസ്റ്റംസ് കൈമാറിയിരിക്കുന്നത്. ഇതിൽ മതിയായ രേഖകളുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്തരം ഈ വളർത്തുമൃഗങ്ങളെ അടക്കമുള്ള കാര്യങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അത്തരം രേഖകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഇവിടേക്ക് ഒളിച്ചു കടത്തുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. അതിൽ കൃത്യമായ ഒരു ഘട്ടത്തിലും, യാത്രയുടെ ഒരു ഘട്ടത്തിലും ഇത് സംബന്ധിച്ച് ഒരു വിവരവും ഇവർ നൽകിയിട്ടില്ല എന്നതാണ്. അതുകൊണ്ടാണ് ഇതിൽ പരിശോധന നടത്തുകയും തുടർന്ന് കസ്റ്റഡിയിൽ എടുക്കാനെല്ലാം തന്നെ തീരുമാനിക്കുകയും ചെയ്തത്. ഇവരെ ചോദ്യം ചെയ്യുന്നില്ല, കസ്റ്റംസ് ചോദ്യം ചെയ്യുന്ന മനസ്സിലായത് ഇവർക്ക് 75,000 രൂപ പ്രതിഫലം ഓഫർ ചെയ്തിട്ടാണ് ഇവർ ഇതിനെ തുനിഞ്ഞതെന്നാണ്. ഈ പക്ഷികളുടെ ഒരു വില കണക്കാക്കുമ്പോൾ അതിന് 25,000 മുതൽ 2 ലക്ഷം രൂപ വരെ ഇതിന് വില കിട്ടാനുള്ള കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. ഇത് ആർക്കു വേണ്ടിയാണ് കൊണ്ടുവന്നത്, ആരാണിത് കൊടുത്തയച്ചതെന്ന് സംബന്ധിയായ കാര്യങ്ങൾ ഇനി വിശദമായിട്ട് തന്നെ വനം വകുപ്പിന്റെ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. എന്തായാലും ഇവർ ഇടനിലക്കാർ എന്നത് തന്നെയാണ് കണക്കാക്കുന്നത്. കാരണം ഇവർക്ക് വേണ്ടിയല്ല, വളർത്തുന്നതിന് വേണ്ടിയല്ല കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ ആർക്കാണ് ഇത് ഇത്തരം പക്ഷികളെ ഇടനിലക്കാർ എന്ന് തന്നെയാണ് കസ്റ്റംസിന്റെ സംശയം. ഇത് ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് ഡാനി ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്? ഇത് നിയമവിരുദ്ധമാണ് എന്ന് ഈ തിരുവനന്തപുരം സ്വദേശികളായ പിടിക്കപ്പെട്ട 2 പേർക്കും അറിവുണ്ടായിരുന്നോ? മാത്രമല്ല, ഡാനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് അതീവ ഗൗരവമുള്ളൊരു കുറ്റകൃത്യമാണോ ഇതുപോലെ നിയമവിരുദ്ധമായി പക്ഷികളെ കടത്തുന്നത്? ടോമതിലെ ഇപ്പോൾ നമ്മൾക്ക് നക്ഷത്ര ആമകൾ അത്തരം കാര്യങ്ങൾ അറിയാം. ഇതെല്ലാം തന്നെ ഈ കടത്തിന് അതിൻ്റെതായ നിയന്ത്രണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അത് ആ രീതിയിൽ പിടികൂടാറുണ്ട്. ചില മൃഗങ്ങളെ, ഉരകവർഗത്തിൽപ്പെട്ട ജീവികളെല്ലാം കടത്തുമ്പോൾ ഇതെല്ലാം തന്നെ പിടികൂടാറുണ്ട്. അതെല്ലാം തന്നെ നിരോധിത വസ്തുക്കളിൽ അങ്ങനെ കയറ്റുമതി ചെയ്യാനോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെടാനോ പാടില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളും എല്ലാം തന്നെ നിലവിലുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങൾക്ക് നിയമാനുസൃത ഇങ്ങനെ വളർത്തുമൃഗങ്ങളെ കൊണ്ടുവരിക, ഇവിടെ നിന്ന് കൊണ്ടുപോവുക, അത്തരം കാര്യങ്ങൾക്ക് നിയമാനുസൃതമായ ചില രേഖകളും അനുമതികളും കാര്യങ്ങളും എല്ലാം തന്നെ വേണം, നമുക്ക് അറിയാം തന്നെ. അപ്പോൾ അത്തരം കാര്യങ്ങൾ യാതൊരു രീതിയിലുള്ള നടപടിക്രമങ്ങളും പാലിച്ചില്ല എന്നതാണ് അവരുടെ മുന്നിലുള്ള പ്രധാനമായ ഒരു കുറ്റം. പിന്നെ ഇത് ഇങ്ങനെ കൊണ്ടുവരുന്നത് നിരോധിക്കപ്പെട്ട രീതിയിലുള്ളതാണോ എന്നത് അടുത്ത് ഇതിൽ പരിശോധിക്കേണ്ടി വരും. ഇതിൽ പ്രധാനപ്പെട്ടത് ഇതിൽ മതിയായ രേഖകളില്ലാതെ, അനുമതിയില്ലാതെ ഇവിടേക്ക് ഈ പക്ഷികൾ ഇവിടേക്ക് എത്തിച്ചു എന്നത് തന്നെയാണ് ഇവരിലുള്ള പ്രധാനമായ കാര്യം. അത് മാത്രവുമല്ല, ഇത് ആർക്കു വേണ്ടി കൊണ്ടുവന്നു എന്നതാണ് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ കസ്റ്റംസിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ഈ ജനുസിൽപ്പെട്ട ഇത്തരം പക്ഷികളെ ഈ വളർത്തി സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ അത്തരം ഈ സങ്കേതങ്ങൾ, നമ്മൾക്കറിയാം ഈ ഓമന മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം തന്നെ വളർത്തുന്ന കേന്ദ്രങ്ങളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ അത്തരം സങ്കേതങ്ങളിൽ ഇവിടെ കേരളത്തിൽ ഈ ജനുസിൽപ്പെട്ട പക്ഷികളെ വളർത്തുന്നില്ല അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി അവർ എടുക്കുന്നില്ല എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം കസ്റ്റംസിന്. അതേസമയം തമിഴ്നാട്ടിലും മറ്റ് സ്റ്റേറ്റുകളിലും എല്ലാം തന്നെ അത്തരം കേന്ദ്രങ്ങളുണ്ട് താനും. അപ്പോൾ അവിടേക്ക് വേണ്ടിയാണോ കൊണ്ടുവന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. ഇവർക്ക് വേണ്ടിയല്ല എന്നവർ പറഞ്ഞിട്ടുണ്ട്.
മുൻപ് 75,000 രൂപയായിരുന്നു ഇവരുടെ എത്തിച്ചാൽ അവർക്ക് കൈമാറുന്നതിന് ലഭിക്കുന്ന പ്രതിഫലം. അപ്പോൾ ആരാണ് ഇവരെ അവിടെ കാത്തിരുന്നത്, ഇത് കൈമാറ്റം ചെയ്യാൻ ആർക്കു വേണ്ടിയാണ് എന്നതെല്ലാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റെടുക്കാൻ വരുന്നവരെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഇവർക്കില്ല എന്നതാണ്. കാരണം ഇവർ പുറത്തിറങ്ങുമ്പോൾ അവരെ കോൺടാക്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ആരാണ് എന്നത് സംബന്ധിച്ച് വ്യക്തമായൊരു ധാരണ ഇവർക്കില്ല. ഇനിയിപ്പോൾ ഇവർക്കിത് കൈമാറിയ ആളുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. ഇപ്പോൾ ഉള്ള ഒരു നടപടി എന്ന് പറയുന്നത് ഈ പക്ഷികളെ അതേ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചയക്കുക എന്നതാണ് നിലവിലുള്ള ഒരു ചട്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെയാണ് കസ്റ്റംസ് ഇപ്പോൾ പൂർത്തിയാക്കുന്നത്. അത് തിരിച്ച് അയക്കുക എന്ന രീതിയിലേക്ക്, അത് എവിടെ നിന്നാണോ ഇത് കൊണ്ടുവന്നത് ആ സ്ഥലങ്ങളിലേക്ക് തന്നെ തിരിച്ചയക്കാനുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ടോം, ഡാനി, ഇതിനു മുൻപ് ഇതേ രീതിയിൽ ഈ രണ്ടുപേരും പക്ഷികളെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കള്ളക്കടത്ത് പ്രവർത്തനങ്ങളിലോ ഏർപ്പെട്ടിട്ടുള്ളവരാണോ? ടോം, ഇവരെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ പോലീസും കസ്റ്റംസും ശേഖരിക്കുകയാണ്. കസ്റ്റംസ് പോലീസ് വഴിയാണ് ഇത്തരം കാര്യങ്ങൾ ശേഖരിക്കുന്ന തിരുവനന്തപുരം സ്വദേശികളാണ് ഇവരെന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്താണ് ഇവരുടെ ഒരു യാത്രാരേഖകൾ, യാത്രാ വിവരങ്ങൾ എന്നത് സംബന്ധിച്ച് പരിശോധനകൾ തുടരുകയാണ്. ഇതിനു മുൻപ് ഒരു യാത്രക്കാരെന്ന് വിദേശ യാത്ര പോകുന്നവർ, അത്തരം കൗതുകങ്ങളിൽ പോകുന്നവരാണോ, അത്തരം ഒരു ട്രാക്ക് റെക്കോർഡ് ഇവർക്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. മറ്റേതെങ്കിലും ഒരു ക്രൈം സീനിലോ അല്ലെങ്കിൽ ഇതുപോലും ഈ വിദേശങ്ങളിൽ നിന്ന് വരുമ്പോൾ മറ്റേതെങ്കിലും വസ്തുക്കളുടെ കടത്തുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും ആ പരിശോധനയിലൂടെ മാത്രമേ അറിയാൻ കഴിയും. പക്ഷേ കസ്റ്റംസ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ 75,000 രൂപയ്ക്ക് ഇതുപോലൊരു കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് കൃത്യമായി എല്ലാ തവണയും അല്ലെങ്കിൽ ഇതുപോലെ സമാനമായ രീതിയിൽപ്പെട്ടവരാകാനുള്ളൊരു സാധ്യത കുറവാണ് അവർ കാണുന്നത്. കാരണം ഇവർക്ക് ഇത് സംബന്ധിച്ച് വലിയ വ്യക്തമായ ഒരു ധാരണകളൊന്നുമില്ല. മാത്രവുമല്ല, ഇവരെ കസ്റ്റംസിന്റെ പരിശോധനയിൽ, ആ പ്രാഥമിക പരിശോധനയിൽ തന്നെ അവരതിൽ സമ്മതിക്കുന്ന കാര്യങ്ങളായിരുന്നു. ഇത് ബാഗേജിൽ ഇങ്ങനെ ചില വസ്തുക്കളുണ്ട്. കാരണം ഇത് എടുത്ത് നോക്കുമ്പോൾ തന്നെ ചിറകടിക്ക് വച്ച് കേട്ടപ്പോൾ തന്നെ അവർ പരിഭ്രമിച്ച് മാറി നിൽക്കുകയായിരുന്നു എന്നാണ് കസ്റ്റംസ് പറയുന്നത്. അപ്പോൾ ഇവരുടെ കുറച്ച് കാര്യങ്ങൾ കൂടി പരിശോധിക്കുക, കാരണം പൂർണ്ണമായും ഉറപ്പ് വരുത്തണം. നേരത്തെയും ഇവർ ഇത്തരം ക്രൈം സീനിലൊന്നും പെട്ടിട്ടില്ല. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് പക്ഷിവേട്ട നടന്നിരിക്കുന്നത്.